ലിസ്ബൺ സർവകലാശാല. അവിടെ മെഡിസിൻ ഫാക്കൽറ്റിയിലെ അനാറ്റമിക്കൽ തിയേറ്ററിൽ കുപ്പിയിലാക്കി സൂക്ഷിച്ച ഒരു തലയുണ്ട്, ഡിയോഗോ ആൽവസിന്റെ തല. ഈ പേര് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പോർച്ചുഗലിലെ ആദ്യത്തെ സീരിയൽ കില്ലറും തൂക്കിലേറ്റപ്പെട്ട അവസാന മനുഷ്യരിൽ ഒരാളുമാണ് ഡിയോഗോ ആൽവസ് എന്നാണ് പറയപ്പെടുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെയാണ് പോർച്ചുഗലിൽ വധശിക്ഷ നിർത്തലാക്കിയത്. ഇന്ന് ലോകമെമ്പാടും വധശിക്ഷ നിർത്തലാക്കുന്നതിനുള്ള ഒരു പ്രധാന വക്താവാണ് പോർച്ചുഗൽ. ഇനി ആൽവിസിലേക്ക് വരാം. 19ാം നൂറ്റാണ്ടിൽ ലിസ്ബൺ നഗരത്തിന്റെ ഉറക്കം കെടുത്തിയ നൂറുകണക്കിന് ആളുകളെ കൊന്നുതള്ളിയതായി സംശയിക്കുന്ന ഡിയോഗോ ആൽവസ്. പോർച്ചുഗൽ ജനതയ്ക്ക് ഭയത്തിന്റെ പര്യായമാണ് ഡിയോഗോ ആൽവസ് എന്ന പേര്. ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് പേരെ ഭയപ്പെടുത്തിയ അയാൾ മരണശേഷവും ആളുകളെ ഭീതിയിലാഴ്ത്തുന്നു. എടുത്തു പറയാൻ ഒരു മഹിമയുമില്ലാത്ത ഒരാൾ. എന്തിനായിരിക്കാം അയാളുടെ തല നൂറ്റാണ്ടുകളായി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. പക്ഷേ അതിനു മുമ്പ് ആൽവിസിനെ കുറിച്ച് പറയാം. 1810 ഗലീഷ്യയിലാണ് ഡിയോഗോ ആൽവസ് ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അയാൾ പോർച്ചുഗീസ് തലസ്ഥാനത്തേക്ക് കുടിയേറി. ഉപജീവനത്തിനായി സമ്പന്നമായ വീടുകളിൽ ജോലി നോക്കി. പക്ഷേ പണക്കാരനാകാൻ ആൽവസിന് ആ ജോലികളൊന്നും മതിയായിരുന്നില്ല. പതുക്കെ അയാൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് തിരിഞ്ഞു. രാത്രിയിൽ നഗരത്തിൽ നിന്ന് യാത്ര തിരിക്കുന്ന കർഷകരെയും അലക്കുകാരെയും കാത്ത കവർച്ചയ്ക്കായി ആൽവസ് ഇരുന്നു. എല്ലാം കൈക്കലാക്കിയ ശേഷം 200 അടി ഉയരമുള്ള പാലത്തിൽ നിന്ന് അവരെ തള്ളിയിട്ട് കൊലപ്പെടുത്തും. വെറും 3 വർഷത്തിനിടെ ആൽവിസ് ഇത്തരത്തിൽ ഇല്ലാതാക്കിയത് 70ഓളം ജീവനുകളാണെന്നാണ് വിവരം. ഇതെല്ലാം ആത്മഹത്യകളാണ് എന്നാണ് പോലീസ് തുടക്കത്തിൽ കരുതിയത്. രാജ്യത്തെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസ്ഥിരത കാരണം ആളുകൾ ജീവനൊടുക്കുകയാണെന്ന് അവർ വിധിയെഴുതി. അങ്ങനെ പാലം താൽക്കാലികമായി അടച്ചിടാൻ തീരുമാനമായി. ഇതോടെ ആളുകൾ ഇതുവഴിയുള്ള യാത്ര അവസാനിപ്പിച്ചു. പണമുണ്ടാക്കാൻ അടുത്തതായി എന്തു ചെയ്യുമെന്നായി ആൽവിസിന്റെ ചിന്ത. ഒടുക്കം ഒരു സംഘത്തെ രൂപീകരിച്ച വീടുകൾ ആക്രമിക്കാൻ അയാൾ തീരുമാനിച്ചു. അതായിരുന്നു അയാളുടെ അന്ത്യത്തിന്റെ തുടക്കവും. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ കുപ്രസിദ്ധമായ റുവാദാസ് ഫ്ലോറസ് കുറ്റകൃത്യം. 1839 ഡിയോഗോ ആൽവസും കൂട്ടാളികളും അവിടുത്തെ പ്രശസ്ത ഡോക്ടറുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അദ്ദേഹത്തെയും കുടുംബത്തെയും കൊലപ്പെടുത്തി. പിന്നാലെ സംഘത്തിലെ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അയാൾ കുറ്റകൃത്യങ്ങൾ ഏറ്റുപറയുകയും ഡിയോഗോ ആൽവസിനെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. പിന്നാലെ അറസ്റ്റിലായ ആൽവിസിനെ 1840 തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 1841 ഫെബ്രുവരി 19 വധശിക്ഷ നടപ്പാക്കി. എന്നാൽ ജുഡീഷ്യൽ ഫയലിൽ നേരത്തെ പറഞ്ഞ പാലത്തിൽ നിന്നുള്ള മരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് കൗതുകം. ഒരു ഹോളിവുഡ് സിനിമയ്ക്കുള്ള വകയുണ്ട് ഈ കൊലയാളിയുടെ ജീവിതത്തിന്. അക്കാലത്ത് ചില മാനസിക വൈകല്യങ്ങളോ സ്വഭാവ ഗുണങ്ങളോ ഒരാളുടെ തലയോട്ടിയുടെ വലുപ്പമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന ഒരു വിശ്വാസം നിലനിന്നിരുന്നു. ആൽവസിനെ ഇത്രയധികം ദുഷ്ടനാക്കുന്നത് എന്താണെന്നറിയാൻ ഗവേഷകർക്ക് അയാളുടെ തലയോട്ടി പരിശോധിക്കണമായിരുന്നു. അങ്ങനെയാണ് നിർജീവമായ ശരീരത്തിൽ നിന്ന് തല നീക്കം ചെയ്ത ഗ്ലാസ് കുപ്പിക്കകത്ത് സൂക്ഷിക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ പരിശോധനകൾ പൂർത്തിയായിട്ടും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ ഗവേഷകർക്കായില്ല. പക്ഷേ ഇന്നും ലിസ്ബൺ സർവകലാശാലയിലെ പഴയ അനാറ്റമിക്കൽ തിയേറ്ററിൽ ഡിയോഗോ ആൽവസ് സന്ദർശകരെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പോർച്ചുഗലിലെ കുപ്രസിദ്ധനായ സീരിയൽ കില്ലർ ആളുകളെ കണ്ണു തുറന്നു നോക്കി തന്റെ കഥ കാലത്തിന്റെ അതിരുകൾ കടന്നിരിക്കുന്നുവെന്ന് പറയുന്നു. ആൽവസിന്റെ മുഖം അവിടെ ഉള്ളിടത്തോളം കാലം അയാളുടെ കുറ്റകൃത്യങ്ങൾ ലോകം മറക്കില്ല.